ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തുണ്ട്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. സോ ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് നാളായില്ലേ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പെപ്പയ്ക്ക് നഴ്സറി ഉണ്ട്. അപ്പോൾ ഇന്ന് ഫുഡ് കൊടുത്തു വിടേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കണം. റെഡ് കളറിൽ ആ ബീട്രൂട്ടിൻ്റെ പാസ്ത ആയത്. അപ്പോൾ മമ്മി ഇത് ചെയ്തു തരട്ടെ ഇന്ന് സ്കൂളിൽ? ചെയ്യാം. അപ്പൊ ഓക്കെ പറ. ഇന്ന് പെപ്പനെ സ്കൂളിൽ വിടുന്ന ഒരു വ്ലോഗാണ്. അപ്പം പെപ്പയുടെ ലഞ്ച് ബോക്സ് നമുക്ക് പാക്ക് ചെയ്യാം അല്ലേ പെപ്പയും കൂടെ കൂടിയിട്ടുണ്ട് ലഞ്ച് ബോക്സ് പാക്ക്. ഫുഡ് അവര് തരും, പക്ഷേ പെപ്പയ്ക്ക് ഫുഡ് അധികം ഇതായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഫുഡ് കൊടുത്തു വിടുന്നത് അല്ലേ പെപ്പെ? ഒരു ദിവസമേ ഉള്ളൂ, കാരണം ബാക്കി 2 ഡേയ്സിൽ അവന് ഉച്ച വരെ ഉള്ളൂ. സോ ഇന്ന് മാത്രമാണ് വൈകിട്ട് വരെ ഉള്ളത്, വെനസ്ഡേ. സോ അപ്പോൾ നമ്മൾ പെപ്പയുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുവാ. ഓക്കെ, സ്കൂളിൽ പോണം. പെപ്പ സ്കൂളിൽ പോകുന്ന എ വെച്ചേ. എങ്ങനെയാ എ വെക്കുന്നത്? അങ്ങനെയാണോ എ വെക്കുന്നത്? സ്കൂളിൽ പോകുന്ന എങ്ങനെയാ? സ്കൂളിൽ അങ്ങനെയല്ലടാ. 2 സ്പൂൺ. 1 2 മതി. നോ വെള്ളം കുറച്ച് ചൂടാവണം, എന്നിട്ട് അത് ഇടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് ഇല്ലേ അത് കളിച്ചു. പിന്നെ രാവിലെ ഇച്ചാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവന് ചോക്ലേറ്റ് എക്ലേഴ്സ് എന്നും പറഞ്ഞിട്ട്, ഇത് നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റ് എക്ലേഴ്സിനെ മുട്ടായി പോലെയല്ല, ഇതൊരു ബണ്ണിനകത്ത് കുറച്ച് ക്രീമും ചോക്ലേറ്റും കൂടെ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് എക്ലേഴ്സ്. ഇത് കഴിക്കാനായിട്ട് കൊണ്ടുവന്നായിരുന്നു. അതൊന്ന് ഇടയ്ക്കൂടെ കഴിക്കാൻ കൊടുത്ത് ഞാനും ഒന്ന് കഴിച്ചു. അപ്പം നല്ല സൂപ്പറാന്ന് പറയുമായിരുന്നു. ഇവനത് സ്ഥിരം കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പുത്രനാണെങ്കിൽ അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. പെപ്പയ്ക്ക് മതിയല്ലോ, കളറായോണ്ട് അങ്ങനെ ചേഞ്ച് ആയത്. ഓക്കെ, താത്തിട് ഏവട്ടെ. ഇത് ഈ സ്പൂൺ മാറ്റണം. ഓക്കെ, എനിക്കാണെങ്കിൽ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പാർട്സ് നമുക്ക് ആഡ് ചെയ്യണം എന്നാൽ ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെയൊക്കെ സംഭവം വരുമ്പോൾ ഇങ്ങനെ സ്പീഡ് കൂട്ടിയിടാമെന്ന് വിചാരിച്ചു. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പയ്ക്ക് ഞാൻ ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സും കൊടുത്തുവിടും. ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഗ്രോസറീസ് ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ല. സോ നമുക്കിപ്പം ബാലൻസ് ഉണ്ടായിരുന്നത് ആപ്പിളും ഓറഞ്ചും മാത്രമാണ്. ബട്ട് ഇവന് ഓറഞ്ച് കൊടുത്തു വിടുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഇവൻ അധികം കഴിക്കാറില്ല. സോ അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് രണ്ടും കൂടി എടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കുമായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ക്യാരറ്റും കഴിക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് ഒരു ബോക്സിനകത്താക്കി വെക്കുമ്പോൾ ഇവൻ അതിനകത്തുനിന്ന് പോയി ക്യാരറ്റ് എടുത്ത് കഴിക്കാറുണ്ട്. അപ്പം അതും കൂടെ ഇടയ്ക്ക് കൊടുത്തു. പിന്നെ ഇവൻ്റെ ഫേവറേറ്റ് ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ടിൻ്റെ പാസ്ത കണ്ടപ്പോൾ വാങ്ങിച്ചതും. എനിവേ കുക്കിങ്ങിൽ അത്യാവശ്യം ഇഷ്ടമുള്ള എൻ്റെ പുത്രനാണെങ്കിൽ കൂടെ വന്ന് നിന്നപ്പോൾ കുറച്ച് സമയം പോയത് എന്തായാലും അറിഞ്ഞില്ല കേട്ടോ. ഞാനപ്പോൾ ഇപ്പോൾ നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കും വന്നിരുന്നു. ഈ പാസ്തയുടെ പരിപാടി തീരുന്നവരെ അവൻ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഫ്രഷ് ആവാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അവൻ തന്നെ പോയി ബ്രഷ് എടുത്ത് പല്ലൊക്കെ തേക്കും. അവൻ്റെ ഡ്രസ്സൊക്കെ മാക്സിമം നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇടും. അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആ വക പണിയൊക്കെ കുറഞ്ഞിരിക്കും കേട്ടോ. അവൻ എന്തായാലും അതൊക്കെ തന്നെ ചെയ്തോളും. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് 2 പേര്, ജോസ്ഫിനും ഡെൽനയും, അവരെയും വിളിച്ചു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഓഫുള്ള ദിവസം സംസാരിക്കാനായിട്ട് തോന്നി.
അങ്ങനെ വിളിച്ചതാണ്. എനിവേ ഞങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട്. ഞങ്ങൾ മൂന്ന് സ്ഥലത്താണ്. ഒരാൾ ദുബായിലും ഞാൻ UK-യിലും മറ്റാൾ നാട്ടിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ അത്യാവശ്യം ഒരുപാട് കഥകളുമുണ്ട്. കഥകളൊക്കെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ ഫോണൊന്നും ചെറുതായിട്ട് ഹീറ്ററിൻ്റെ ഇടയ്ക്ക് വീണു. നമ്മുടെ ഈ വീട്ടിലൊക്കെ ഉള്ള ഹീറ്ററില്ലേ, അതിനിടയ്ക്ക് വീണിട്ട് എടുക്കാൻ കുറച്ച് പണിയായിരുന്നു. ലാസ്റ്റ് ഇച്ചായനെ വിളിച്ച് ഇച്ചായൻ എടുത്തു തരേണ്ടി വന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ച് ടൈമുമായി, പെപ്പേനെ വിടേണ്ട ടൈമുമായി, എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ലാസ്റ്റ് പാട്ട് എന്തായാലും എൻ്റെ കുളമായി. എനിവേ അവൻ എന്നെ അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് അവനെ ഞാനിതാ പറഞ്ഞു വിടാൻ പോവാം. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ ലേറ്റാവും. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടിട്ട് വേണം ഇനി ബാക്കി ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ട് എനിക്കും അവൻ്റെ കൂടെ പോകാൻ. അപ്പോൾ ലാസ്റ്റത്തെ ലഞ്ച് ബോക്സിൻ്റെ ആ ഒരു സംഭവം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ അവൻ്റെ പാസ്ത ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചു. ഒരു സൈഡിൽ ആപ്പിൾ കട്ട് ചെയ്യുകയാണ്. ആപ്പിൾ നമ്മൾ ഓൾറെഡി നേരത്തെ തൊലി കളഞ്ഞ് വെച്ചതുകൊണ്ട് തന്നെ ആ അകം ഭാഗം ഒന്ന് ചെറുതായിട്ട് കറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് കൊടുത്തു. ഈ ക്യാരറ്റ് ഞാൻ ഓൾറെഡി ക്ലീനാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയായിരുന്നു ഇവൻ്റെ ലഞ്ച് ബോക്സ് എന്നുണ്ടായിരുന്നേ. ഈ സമയം കൊണ്ട് പെപ്പനെ ഞാൻ പറഞ്ഞു വിട്ട് പെപ്പെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മേളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെപ്പയുടെ ബാഗ് എടുത്തു, ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു. ഇവർക്ക് പ്രത്യേകിച്ച് ബുക്കും പെൻസിലും ഒന്നും നമ്മൾ കൊടുത്തു വിടണ്ട. ഇത് മാത്രമാണ്. അതുമാത്രമല്ല ഇത്രയും ചെറിയ ബാഗ് മാത്രമേ അവർ അലൗ ചെയ്യുള്ളൂ. നമ്മൾ വലിയ ബാഗൊന്നും മേടിച്ചിട്ട് അവർ അതിനകത്ത് കൊണ്ടുവരണ്ട എന്നാണ് പറഞ്ഞത്. ആദ്യം പെപ്പനെ വിട്ട സമയത്ത് സ്പെയർ ഡ്രസ്സും സ്നഗ്ഗിയും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവന് അത്യാവശ്യം ടോയ്ലറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ അവൾ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ ഡ്രസ്സൊക്കെ അഴുക്കാക്കാതെയൊക്കെ തിരിച്ചു വരും. പിന്നെ ഞാനും പോയി റെഡിയായി, ഈ ചേനും റെഡിയായി വന്ന് പെപ്പ ഇറങ്ങുന്നതിന് മുമ്പേ പെപ്പേനെ ഞാനുണ്ടെങ്കിൽ ഇതെന്തായാലും ചെയ്യിപ്പിക്കും കേട്ടോ. പ്രാർത്ഥിച്ച് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ പറയും. അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഭയങ്കര ലോങ് വീഡിയോ ആയി പോകും. അതൊരു സെപ്പറേറ്റ് വീഡിയോ പോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ ഇനി പെപ്പനെയും കൊണ്ട് നമ്മൾ സ്കൂളിലാക്കാൻ പോവാണ്. എനിക്കെപ്പോഴും സ്കൂളിൽ നിന്നാണ് കേട്ടോ വരുന്നത്. നഴ്സറിയിലാക്കാൻ പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2-3 മിനിറ്റ്സേ ഉള്ളൂ. നടക്കാനാണെങ്കിൽ ഒരു 6 മിനിറ്റ്സ്, 5 or 6 മിനിറ്റ്സ്. കാറിൽ പോവുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റ്സിനകത്ത് നമ്മുടെ നഴ്സറി എത്തും. അപ്പോൾ ആ സ്ട്രെയിറ്റ് കാണുന്നുണ്ടോ, അതാണ് പെപ്പയുടെ നഴ്സറി. പെപ്പയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നഴ്സറി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവനെന്തായാലും എൻജോയ് ചെയ്താണ് കേട്ടോ പോകുന്നത്. എനിവേ ഇതാണ് പെപ്പയുടെ നഴ്സറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെപ്പയുടെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ.